ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. രാവിലെ 5:30 മണി മോർണിംഗ് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. കണ്ടനാടുള്ള സൂര്യകാന്തി പടം കാണാൻ പോകാനുള്ള റൈഡാണത്. ഇത് കാണുന്നവരെ വിചാരിക്കുന്നുണ്ടാവും ചെമ്പിൽ നിന്ന് നേരെ കണ്ടനാടത്തേക്ക് 13 കിലോമീറ്റർ അല്ല. നിങ്ങളെന്തിനാണ് തലവലപ്പറമ്പ് വഴി കറങ്ങി മുളന്തുരുത്തി വഴി കയറി കണ്ടനാട് സൂര്യകാന്തി പടം കാണാൻ പോകണം? ചുമ്മാ ഒരു വെറൈറ്റി രാവിലെ ഒരു വൈബ് പിടിക്കാമെന്ന് വെച്ച്. ഇപ്പോൾ വെട്ടിക്കാട്ടുമുക്ക് പാലം ആണിത്. വെട്ടിക്കാട്ടുമുക്ക് പാലം കഴിയുമ്പോൾ ഒരു കയറ്റമുണ്ട്. ആ കയറ്റം ചവിട്ടിക്കൊണ്ടിരിക്കുക. ഒരു രക്ഷയില്ല. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് സൈക്കിൾ എടുത്തുകൊണ്ട് റൈഡിന് ഇറങ്ങിയേക്കുന്നത്. ആ ഒരു ക്ഷീണമുണ്ട്. നല്ല പോലെ പെട്ട അവസ്ഥ. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഇതിലെ പോയി പോകുന്നതെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോണം. ഇപ്പം അരേങ്കാവെത്തി. റോഡ് നല്ല അടിപൊളിയാണ്ട് പിന്നെ കുഴപ്പമില്ല, ചവിട്ടി വിട്ട് പോവാം. ചുമ്മാ രാവിലെ സൈക്കിൾ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ രാവിലെ നല്ല വൈബാണ്. വൈബ് പിടിച്ചിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് കണ്ട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാം. ഇപ്പം മുളന്തുരുത്തി എത്തി. മുളന്തുരുത്തി മേൽപ്പാലം കയറി ഇറങ്ങി ലെഫ്റ്റ് ചെല്ലുമ്പോൾ കണ്ടനാട് സൂര്യകാന്തി പടത്തി എത്തി. സൂര്യൻ ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട്, ഉദിച്ചുയർന്ന് വരുന്നു. കാണാൻ നല്ല വൈബ് തന്നെ. സൂര്യകാന്തി പടത്തെത്തി. ഇപ്പോൾ രാവിലെ തന്നെ ഒരു 5-6 പേരുണ്ട് ഫോട്ടോയും വീഡിയോയും എല്ലാം എടുക്കാനായിട്ട്. ഇവിടെയൊക്കെ ഇതിൻ്റെ അകത്ത് കയറി ഫോട്ടോയും വീഡിയോ എടുക്കുന്നതിന് 20 രൂപയാണ് പാസിൻ്റെ ചാർജ്. കഴിയാവുന്നതും രാവിലെ വരുന്നത് തന്നെയാണ് നല്ലത്. മോർണിംഗ് വൈബ് പിടിച്ച് സൂര്യകാന്തി പൂക്കളിലെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാമല്ലോ. ഇവിടെ വന്നാൽ പിന്നെ രണ്ടുണ്ട് കാര്യം. സൂര്യകാന്തി പൂക്കളിലെ ഫോട്ടോയും വീഡിയോയും എടുക്കാം. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ നോക്കി ഇവിടുന്ന് തന്നെ വാങ്ങിക്കാം. പടവലം, വെണ്ടയ്ക്ക, പയർ, ചീര, അങ്ങനെ ഒത്തിരി പച്ചക്കറികളുമുണ്ട്. പിന്നെ കണ്ടനാട് സൂര്യകാന്തി പാടത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞതിന് മുമ്പിലത്തെ കൊല്ലവും ഉണ്ടായിരുന്നു. പിന്നെ ഗൂഗിൾ മാപ്പിൽ കണ്ടനാട് സൂര്യകാന്തി പാടം ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരുകയും ചെയ്യാം. അപ്പം ശരിയെന്നാ, ഇനി പോണ വഴി ഏതെങ്കിലും കടയിൽ കയറി നല്ല രീതിയിൽ ചായ കുടിച്ചിട്ട് വീട് പിടിക്കാൻ നോക്കട്ടെ. ശരിയെന്നാ, ബൈ ബൈ.